إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يوفون بالنذر ويخافون يوما كان شره مستطيرا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പാലിച്ച് ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നമ്മെ അവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വേദനയുണ്ടാക്കുന്ന ഭീതിജനകമായ ചില വാർത്തകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഒരിക്കൽ കൂടി നേർച്ചയുമായി ബന്ധപ്പെട്ട ചില വിഷയത്തിൽ സമൂഹത്തിൽ പല ചർച്ചകളും കടന്നു വന്ന ചില ദിവസങ്ങളായിരുന്നു. നമുക്കറിയാം, മലപ്പുറത്ത് തിരൂരിനടുത്തുള്ള പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഒത്തുകൂടുന്ന, തടിച്ചുകൂടുന്ന ഒരു വലിയ നേർച്ച അത് നടക്കുകയും അതിനിടയിൽ ആന ഇടഞ്ഞ് ഗുരുതരമായ പരിക്കും, ഇതിനു മുമ്പും ഇതുപോലെയുള്ള മരണങ്ങൾ വരെ സംഭവിച്ച പല വാർത്തകളും ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പിന്നെയും ആവർത്തിച്ച ഒരു വാർത്തയായിരുന്നു നമ്മൾ കേട്ടത്. യഥാർത്ഥത്തിൽ
ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നേർച്ച ഉണ്ടോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നേർച്ച എന്ന വാക്ക് നമ്മൾ കേൾക്കാത്തവരായ ആരുമില്ല. എന്നാൽ മറ്റുള്ള മതവിശ്വാസികൾ അവരുടെ മതകേന്ദ്രങ്ങളിൽ, അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ നടത്തുന്നത് പോലെ ഉത്സവമയമായ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരത്തിലുള്ള ചില ദിക്റുകളും ദുആകളും മറ്റുമൊക്കെ നടത്തി ആനയും അമ്പാരിയും മറ്റു ശബ്ദങ്ങളും കോലാഹലങ്ങളും അങ്ങനെ ഒരു ഉത്സവം എന്ന രൂപത്തിൽ ഇന്ന് ഇത്തരത്തിലുള്ള നേർച്ചകൾ, പ്രത്യേകിച്ചും അവിടെ നടക്കുന്ന ഏറ്റവും വലിയ അപകടം അല്ലാഹു അല്ലാത്ത ആളുകളെ, മരിച്ചു മൺമറഞ്ഞു പോയ ഖബറിൽ മറമാടപ്പെട്ട ആളുകളെ, അവരുടെ പേരിലാണ് ഇതെല്ലാം നടത്തപ്പെടുന്നത്. അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവരോട് സഹായം തേടുന്ന ഇത്തരത്തിലുള്ള പൂരങ്ങളെ നേർച്ച എന്ന് വിളിക്കാൻ പറ്റുമോ? അത് നേർച്ചയാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും ഇസ്ലാം അങ്ങനെ ഒരു നേർച്ച പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു ആഘോഷമോ സമ്പ്രദായമോ പഠിപ്പിച്ചിട്ടില്ല. നേർച്ച അല്ലെങ്കിൽ നദർ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നുകിൽ ഒരു വാഗ്ദാനം, അതല്ലെങ്കിൽ ഒരു ഭയം, അല്ലെങ്കിൽ ഒരു നിർബന്ധം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് അർത്ഥം പറയാം. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു നോമ്പിനെ നേർച്ചയാക്കുക, ഇത് സുന്നത്തായ ഒരു നോമ്പിനെ, ഇപ്പൊ വ്യാഴാഴ്ച ദിവസത്തെ നോമ്പിനെ അത് അടുത്ത 3 മാസത്തേക്ക് ഞാൻ കൃത്യമായിട്ട് എടുക്കാൻ നേർച്ചയാക്കി എന്നൊരാൾ പറഞ്ഞാൽ എന്തായി? അയാൾക്കത് ഫർദായി. പിന്നീട് അദ്ദേഹം അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പിടിച്ചു വീട്ടണം. അപ്പൊ സുന്നത്തായ ഒരു കാര്യത്തെ ഫർളാക്കുന്ന ഒരവസ്ഥ, നിർബന്ധമാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്? നദർ, നേർച്ച എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള പല ആളുകളും പല രൂപത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാറുണ്ട്? നേർച്ച ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഒരാൾ ആടിനെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യുകയാണ്, അതൊരു സുന്നത്തായ പ്രവൃത്തിയാണ്, അയാൾക്ക് പുണ്യം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. ചെയ്തിലേക്ക് കുറ്റമുണ്ടോ? ഇല്ല, അത് ചെയ്തിലേക്ക് കുറ്റക്കാരനൊന്നുമല്ല. പക്ഷെ അയാളുടെ മനസ്സുകൊണ്ട് എന്താക്കുകയാണ്? അത് നേർച്ചയാക്കണം. ഞാനൊരു ആടിനെ അറുത്ത് ആളുകൾക്ക്, ഇത്ര ആളുകൾക്ക് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ ഒരാൾ നേർച്ചയാക്കിയാലോ? അത് നിർബന്ധമായി മാറും. ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ നേർച്ച എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യൂഫൂന ബിന്നദ്രി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. യഥാർത്ഥ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം, അവർ നേർച്ചയെ പൂർത്തീകരിക്കുന്നവരാണ്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നേർച്ച എടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ തീരുമാനം അത് ഇത്തരത്തിൽ ചെയ്യുമെന്ന് നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? വിശ്വാസികളായ ആളുകൾ അത് പൂർത്തീകരിക്കും. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. ആപത്ത് പടർന്നു പിടിക്കുന്ന ആ ദിവസത്തെ അവർ ഭയപ്പെടുകയും ചെയ്യും. ഖുർആനിൽ അത്തരത്തിലൊരു പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഔ നദർതും മിൻ നദരിൻ ഫഇന്നല്ലാഹ യഅലം. ഒരാളും അവരുടെ ചെലവഴിക്കൽ അവർ ചെലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ നേർച്ചയെ അവർ പൂർത്തീകരിക്കുന്നില്ല. ഫഇന്നല്ലാഹ യഅലം. നിശ്ചയമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധിച്ച് അറിയുന്നവനാണ്. വമാ ലിസ്സാലിമീന മിൻ അൻസാർ. അക്രമകാരികൾക്ക് ഒരിക്കലും സഹായികളില്ല, സഹായമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. ഇവിടെയൊക്കെ നദറിനെ കുറിച്ച്, നേർച്ചയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നേർച്ച എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ എടുക്കുന്ന വലിയൊരു കരാറാണ്, ഒരു നിർബന്ധാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായിട്ട് കാണാം, മൻ നദറ അൻ യുതിഅ അല്ലാഹ ഫൽയുതിഅഹു വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി. ആരെങ്കിലും ഒരാള് നേർച്ച നേരുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ ഒരാൾ നേർച്ച ചെയ്യുകയാണെങ്കിൽ അവൻ ചെയ്തിട്ട് പൂർത്തീകരിച്ചു കൊള്ളട്ടെ എന്നാണ്.
അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കും അവന്റെ വിലക്കുകളുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് ഒരാൾ ഒരു കാര്യം, ഒരു നന്മ അവൻ നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ, അത് പൂർത്തീകരിച്ചു കൊള്ളട്ടെ. എന്നിട്ട് പറയുകയാണ് വമൻ നദറ അൻ യഅസിയഹു ഫലാ യഅസിഹി. ഇനി ഒരാള് അനുസരണക്കേടിന്റെ വിഷയത്തിൽ അള്ളാഹുവുമായിട്ട് അനുസരണക്കേടുള്ള, അതായത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം എന്തുവാ, അപ്പൊ ഞാൻ എന്റെ സഹോദരൻ അവനുമായിട്ട് ചെറിയൊരു പിണക്കത്തിലാണെങ്കിൽ ഇന്ന് ഒരു വിഷയത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവനുമായിട്ട് ചെയ്തില്ല, മിണ്ടൂല എന്ന് അവനെ ശപഥം ചെയ്യാണ്, നേർച്ചെടുക്കാൻ. അങ്ങനെയുള്ള അത് അള്ളാഹു വിരോധിച്ചതാണ്, അത് അള്ളാഹു തലം ചെയ്തിട്ടുണ്ട്. ഒരിക്കലും മതത്തിൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതല്ല. സ്വന്തം സഹോദരനോട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മിണ്ടായിരിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ശപഥങ്ങൾ, നേർച്ചകൾ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേരാൻ പറ്റൂല. അങ്ങനെ എന്തെങ്കിലും നേർത്തിട്ടുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തോളട്ടുള്ളേ, ആ വിഷയത്തിൽ അവൻ അത് നിറവേറ്റാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തി. യഥാർത്ഥത്തിൽ ഇസ്ലാം ഈ നേർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം. നേർച്ചയെ ഇസ്ലാം എന്ത് ചെയ്യുന്നില്ല, ശക്തമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ചില പണ്ഡിതന്മാർ കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, നേർച്ച നേരം കറാഹത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹറാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. കാരണം അതിനെ അത്രത്തോളം എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നത്. ഏത് അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിൽ അനുവദിക്കപ്പെട്ട ഒരു വിഷയത്തിൽ പോലും നേർച്ച നേരുന്നതിനെ വലിയ ശക്തമായ രൂപത്തിൽ എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ച അർപ്പിക്കുന്നതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ചു. ഇവിടെ നടക്കുന്ന നേർച്ചകളും പൂരങ്ങളും എല്ലാം യഥാർത്ഥത്തിൽ നടക്കുന്ന എന്താണ്, അവിടെ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ എന്ത് ചെയ്യുക, നേർച്ച മൃഗത്തെ നേർച്ചയാക്കുക, അതിനെ അറുക്കുക, അവരുടെ പേരിൽ നേർച്ച കഴിക്കുന്ന ഏർപ്പാടാണ് നടക്കുന്നത്. അതിന്റെ പേരിൽ പുണ്യം പ്രതീക്ഷിക്കുന്നു, ആഗ്രഹ സബലീകരണം പ്രതീക്ഷിക്കുന്നു. അത് തനിച്ച ശിർക്കാണ്. എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്തവരിൽ പങ്കു ചേർക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക. അള്ളാഹു അല്ലാത്തവരോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്, അള്ളാഹുവിൽ നിന്നും നേടേണ്ടത് അള്ളാഹു അല്ലാത്ത അവന്റെ സൃഷ്ടികളിൽ വകവെച്ചു കൊടുക്കുക. അതാണ് ഇത്തരം നേർച്ചകൾ നടക്കുന്നത്. നമ്മുടെ നാടുകളിൽ കാണുന്ന നേർച്ചകളിലൊക്കെ നടക്കുന്ന ഏറ്റവും വലിയ അപകടം ഏതാണ്, ഇത്തരം ശിർക്കിന്റെ കേന്ദ്രങ്ങളായിട്ട് എന്ത് ചെയ്തിട്ട് മാറുന്നുണ്ട്. അതാണ് ലുഖ്മാൻ ഹക്കീം അലൈഹിസ്സലാം മോനെ ഉപദേശിച്ചത്. എല്ലാ പ്രവാചകന്മാരും അവരുടെ ഇടയിൽ അത്തരത്തിലുള്ള ഒരു അക്രമം ഉണ്ടായപ്പോ ഏറ്റവും വലിയ ഗുൽമ അതാണ്. ലാ തുശ്രികു ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. മോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അത് ഏറ്റവും വലിയ ശിർക്കാണ്. അള്ളാഹു മറ്റുള്ള പാപങ്ങളൊക്കെ ചിലപ്പോൾ പുറത്തു തന്നേക്കാം. മറ്റുള്ളതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തന്നേക്കാം. അവനിൽ പങ്കു ചേർക്കുന്നതിനെ അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല. അതിന്റെ പരിണിത ഫലം കാലാകാലം നരകത്തിലായിരിക്കും. അതുകൊണ്ട് നിന്റെ ആരാധനാപരമായിട്ടുള്ള തേട്ടങ്ങൾ, നിന്റെ സഹായ അഭ്യർത്ഥനകൾ, അള്ളാഹുവിന്റെ മുമ്പിൽ നീ പ്രാർത്ഥനാ രൂപത്തിൽ സമർപ്പിക്കുന്ന ആ രൂപത്തിലുള്ളതെല്ലാം നീ സമർപ്പിക്കേണ്ടത് അള്ളാഹുവിൽ മാത്രമാണ്. അത് അള്ളാഹു അല്ലാത്തവരിൽ സമർപ്പിക്കാൻ പാടില്ല എന്ന ശക്തമായ പാഠം പഠിപ്പിച്ച മതമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ തൻദുറു ഫഇന്ന അൻ-നദറ ലാ യുഗ്നി മിനൽ ഖദ്രി ശൈആ. പറയാണ്, നിങ്ങൾ നേർച്ച നേരരുത്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നേർച്ച നേരരുത്, തീർച്ചയായിട്ടും അത് അള്ളാഹുവിന്റെ ഖദറിൽ നിന്നും യാതൊന്നും അധീനപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന്റെ നിശ്ചയിച്ച ഖദറുകളിൽ നിന്നും യാതൊന്നും അധീനപ്പെടുത്തുന്നില്ല. പിന്നെ എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നത്? പിശുക്കന്റെ അടുക്കൽ നിന്നുള്ള ധനം അതിങ്ങോട്ട് പുറത്തേക്ക് എടുക്കാമെന്നല്ലാതെ അതുകൊണ്ടൊന്നും നടക്കുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. പിന്നെ ചില ആളുകൾ നേർച്ച നേരുന്നത് തന്നെ ശരിയല്ലാത്ത രൂപത്തിലാണ്. ചില ആളുകൾ നേർച്ച നേരുന്നത് എന്താണ്, അള്ളാഹു ഇന്നത് നീ പൂർത്തീകരിച്ച് തന്നാൽ ഞാൻ നിനക്ക് നേർച്ച ഇന്നത് നേർച്ച ചെയ്യാം, അല്ലെ എന്റെ കുട്ടിയുടെ രോഗം മാറ്റി തന്നാൽ ഞാനൊരു മൃഗത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യാം, എന്റെ കുട്ടി പരീക്ഷയിൽ നല്ല മാർക്കോട് കൂടി പാസ്സായാൽ ഇന്ന കാര്യം ചെയ്യും. അങ്ങനെ ഒരു നേർച്ച ചെയ്തിട്ടില്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു നേർച്ച പഠിപ്പിച്ചിട്ടേ ഇല്ല. അത് വെറുക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അതിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത നേർച്ചയാണ്. അതൊരു തരം എന്താണ്, നീ തന്നാൽ ഞാനത് ചെയ്യാമെന്നുള്ള ഒരു രൂപം. അതൊരു വിശ്വാസിയുടെ യഥാർത്ഥമായ മാനസികാവസ്ഥയോടുള്ള ചോദ്യമല്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക,
നേർച്ച ചെയ്യുക, ഏതെങ്കിലും ഒരു നന്മ നമ്മൾ നേർച്ചയാക്കി ചെയ്യുക, അതിൽ അള്ളാഹുവിനോട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ നന്മ ചെയ്തതിനു ശേഷം പ്രാർത്ഥിക്കുക. എന്നാൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളത് കൂടി എന്ത് ചെയ്യണം മനസ്സിലാക്കണം. ഇനി ചെയ്യുന്നുണ്ടെങ്കിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇനിയോ ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തി, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാഹിലിയ കാലഘട്ടത്തിൽ ഒരു നേർച്ച നേർന്നു. ജാഹിലിയ കാലഘട്ടത്തിൽ, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നേർച്ച നേർത്തിരുന്നു. എന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, എന്താണ് നേർച്ച? അത് പിന്നെ മസ്ജിദുൽ ഹറാമിൽ ഒരു ദിവസം പരിപൂർണമായിട്ടും ഇഅ്തികാഫിരിക്കാൻ ഞാൻ നേർച്ച ചെയ്തിരുന്നു, അതിനി പൂർത്തീകരിക്കാമോ എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പൂർത്തീകരിക്കണം താങ്കൾ. അതിൽ തെറ്റുള്ളതോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധിക്കോ വിലക്കുകൾക്കോ നിയമങ്ങൾക്കോ എതിരായിട്ടുള്ള ഒരു നേർച്ചയല്ല. അതുകൊണ്ട് ആ നേർച്ച താങ്കൾക്ക് എന്ത് ചെയ്യാം, പൂർത്തീകരിക്കാമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മരണപ്പെട്ട ആളുകൾ ആരെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കേണ്ടതാണ് അനന്തരാവകാശികളാണ്. മക്കളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യണം, അത് പൂർത്തീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. ഇനിയോ നേർച്ച നേർന്ന ഒരു വ്യക്തിക്ക് ആ നേർച്ച പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, തന്റെ ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ ഒരാൾ നേർച്ച നേർന്നിട്ട് ആ നേർച്ച പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് കഫാറത്ത് ചെയ്യണം, അതിനവൻ പ്രായശ്ചിത്തം കൊടുക്കണം. കാരണം അതൊരു പ്രതിജ്ഞാ ലംഘനമാണ്. ആ പ്രതിജ്ഞാ ലംഘനത്തിന് അവൻ പ്രായശ്ചിത്തം കൊടുക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിലെ 89ാമത്തെ ആയത്തിലൂടെ ആ വിഷയം വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാം, തുതഅമൂന അഹ്ലീകും ഔ കിസ്വതുഹും ഔ തഹ്രീറു റഖബ. ഒന്നുകിൽ അവരെ എന്ത് ചെയ്യണം, അവർക്ക് 10 ആളുകൾക്ക് എന്ത് ചെയ്യണം, ഭക്ഷണം കൊടുക്കണം. 10 അഗതികൾക്ക് അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് നീ ഭക്ഷണം കൊടുക്കണം. അതുമല്ലെങ്കിൽ 10 പേർക്ക് നീ വസ്ത്രം കൊടുക്കണം. എന്തിന്? നേരത്തെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ. അതുമല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇത് മൂന്നും സാധിക്കാത്ത പക്ഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാം. ഇതൊന്നും പറ്റുന്നില്ല എങ്കിൽ 3 ദിവസം തുടർച്ചയായി നോമ്പെടുക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ആ വിഷയത്തിൽ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന്റെ യഥാർത്ഥമായ നേര് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ നടക്കുന്ന നേരെ വിപരീതമായി കൊണ്ട് ഒരിക്കലും ഒരു നേർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആഘോഷവുമായിട്ടോ അല്ലെങ്കിൽ ഖബറുമായിട്ടോ ഒന്നും ചെയ്തിട്ടില്ല, ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വസ്തുതയേ അല്ല. അങ്ങനെ ഒരു നേർച്ച ഇസ്ലാം പഠിപ്പിച്ചിട്ടേ ഇല്ല. ഖബറുമായി ബന്ധപ്പെട്ട് ആഘോഷവുമായി അതിന്റെ പേരിൽ ആഘോഷം സംഘടിപ്പിക്കാനൊന്നും എന്തില്ല ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം. പിന്നെ ഇവിടെ എന്താ നടക്കുന്നത്? മുഹ്യിദ്ദീൻ ഷേഖിന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഉള്ളാളം തങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല പള്ളികളിലും കുടിയിരിക്കുന്ന അല്ലെങ്കിൽ മരണമാടപ്പെട്ടു പോയ ആളുകളുടെ എന്തൊക്കെയോ ഇല്ലാത്ത പോരിശകൾ പറഞ്ഞ് അവരുടെ കറാമത്തുകൾ പറഞ്ഞ് ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നതിന്റെ പിന്നിൽ മറ്റൊന്നുമില്ല, സമ്പത്ത് മാത്രമാണ്, വേറൊന്നുമല്ല. ഈ പറയുന്ന ആളുകളുടെ പേരിൽ കളക്ട് ചെയ്യുന്ന സമ്പത്തുകൾ ആർക്കാ പോകുന്നത്? ഇപ്പൊ മദരീകളുടെ പേരിൽ പെട്ടിവെച്ച് സമ്പത്ത് കളക്ട് ചെയ്യാണ്. അതാർക്കാ പോകുന്നത്? ആ പള്ളി കമ്മിറ്റിക്കാർക്കോ അല്ലെങ്കിൽ അതിന്റെ ഭാരവാഹികൾക്കോ അതിന്റെ കൈകാര്യകർക്കോ. ആലോചിച്ച് 7.5 കോടി രൂപയോളം ലേലം പറഞ്ഞിട്ടാണ് പിന്നെ ഭീമാപ്പള്ളി എടുത്തിരിക്കുന്നത്. 7.5 കോടി രൂപയാണ് എന്ത് ചെയ്യുന്നത്, ലേലം ചെയ്ത് വിളിച്ചെടുക്കുന്നത്. എന്താ കാര്യം? വരുമാനമുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വരുമാനം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഈ പദങ്ങൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അവർ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലാതെ യഥാർത്ഥ നേർച്ചയെ കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നുണ്ടോ? അപ്പൊ ബദരീങ്ങളെ ഉപയോഗിക്കുന്നത് എന്തിനാ? ബദരീങ്ങളുടെ പേരിലുള്ള കളക്ഷൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ബദരീങ്ങളുടെ അവര് പട്ടിണി കിടന്നും പ്രയാസപ്പെട്ടും ഈ ദീനിനു വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ചു മരിച്ചു പോയവരാണ് യഥാർത്ഥത്തിൽ ബദരീങ്ങൾ എന്ന് പറയുന്നത്. അവരെ പേരെടുത്ത് വെച്ചിട്ട് ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ കളക്ഷൻ.
അതൊരിക്കലും ഇസ്ലാം അംഗീകരിക്കുകയോ ഇസ്ലാം പഠിപ്പിച്ചതോ അല്ല. നേരെ വിപരീതമാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് ചെയ്യരുതെന്നും പോകരുതേ എന്നും നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യരുത് എന്നും പറഞ്ഞ പ്രവർത്തികളാണ് അവിടെ നടക്കുന്നത്. സംഗീതം റസൂലുള്ളാഹ് നിഷിദ്ധമാക്കിയതാണ്, ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് സംഗീതം. അവിടെ നടക്കുന്ന സംഗീതമാണ്. അത്തരത്തിലുള്ള ആട്ടും പാട്ടവും ബഹളവും സ്ത്രീ പുരുഷന്മാരുടെ കൂടിക്കലലുകളും അതിനിടയിൽ നടക്കുന്ന ഹറാമുകളും നിഷിദ്ധങ്ങളും ഇസ്ലാം കൃത്യമായി കൊണ്ട് എന്ത് ചെയ്തിട്ടാണ് നിരോധിച്ചതാണ്. റസൂലുള്ളാഹ് അത് ശക്തമായി വിരോധിച്ചതാണ്. അതാണ് അവിടെ നടക്കുന്നത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅൽ ഖബരി വതൻ യുഅബദ്, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത്. ലാ തജഅൽ ഖബരി ഈദാ, എന്റെ ഖബറിടത്തെ നിങ്ങൾ ഈദിന്റെ കേന്ദ്രമാക്കി, ആഘോഷത്തിന്റെ കേന്ദ്രമാക്കി നിങ്ങൾ മാറ്റരുത് റസൂലുള്ളാഹ് പറഞ്ഞു. ഇവിടെ എന്താ ചെയ്യുന്നത്? നേരെ തിരിച്ച്. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന ചൂഷണങ്ങൾക്ക് നമ്മൾ വിധേയരായി മാറും. നമ്മൾ അവിടെ ചിലവഴിക്കലുകൾ ഒരു 5 പൈസയുടെ പോലും വിലയില്ലാത്തതായി നമുക്ക് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയണം, ഇതൊക്കെ അതിശക്തമായി ഇസ്ലാം വിരോധിച്ച നിഷിദ്ധങ്ങളായ, അതിനേക്കാളും അപ്പുറം നാളെ പരലോകത്ത് സംപൂജ്യരായി നിലനിൽക്കേണ്ടി വരുന്ന ശിർക്ക് എന്ന മഹാ അപകടം നമ്മുടെ ജീവിതത്തിൽ കാർന്നു തിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കി കളയുന്ന ഒരു വലിയ അപകടമായി ഇത് മാറും. ഇത് പഠിക്കണം, ഇത് മനസ്സിലാക്കണം. സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാവിധ ശിർക്ക് ബിദ്അത്തുകളെയും തിരിച്ചറിഞ്ഞ് ഒരു വിശ്വാസി എന്ന നിലയിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ വഴി എന്താണെന്ന് പഠിച്ചു മുന്നോട്ട് പോകണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ പാതയിൽ മുന്നേറാൻ, ആ രൂപത്തിൽ ജീവിച്ചു മരിക്കാൻ, അതുവഴി സ്വർഗം കരസ്ഥമാക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد، اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, ആഘോഷങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഇന്ന് ആളുകളെല്ലാം അതിന്റെ പുറകിലാണ്. ഏതൊരു വിഷയത്തിൽ നിന്ന് ആഘോഷങ്ങൾ മെയിനാണ്. അപ്പൊ ഞാൻ അത് പറയാനുള്ള കാര്യം, നേർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ അത് വേറൊരു മേഖലയാണ്. അത് വിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ്. എന്നാൽ ഇന്നത്തെ തലമുറ ഏതൊന്നിനെയും ആഘോഷമായി കാണുന്ന ഒരവസ്ഥയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം സോഷ്യൽ മീഡിയ. നിയന്ത്രണമില്ലാത്ത രൂപത്തിൽ ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അവർ ചെയ്യുന്ന എന്താണോ അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഒരു ഒറ്റ ക്ലിക്ക് മതി. ഒരു വീഡിയോ എടുക്കുക, ഒരു ഷോർട്സ് ആക്കുക, അല്ലെങ്കിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് വലിയ ചെലവൊന്നുമില്ല. ഇതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക. ഇന്ന് കൂടുതലും പ്രചരിക്കുന്ന എന്താണ്? ഇത്തരത്തിലുള്ള ഒരു സ്വതന്ത്രമായ ജീവിതം. എനിക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഞാൻ ജീവിക്കും, ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കും എന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇന്നലെ നമ്മുടെ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പങ്കുവച്ചതാണ്. അതായത് അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു വലിയ ധനികൻ, നല്ല സമ്പത്തുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പല തവണ ഈ ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉപയോഗിക്കണം, ചെലവഴിക്കണം, വിനിയോഗിക്കണം. നിങ്ങൾ മരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരലോകത്തേക്കുള്ള ഏറ്റവും വലിയ ഒരു അസറ്റാണ് നിങ്ങൾ ആ കൊടുക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് തവണ പറഞ്ഞപ്പോഴും ഇദ്ദേഹം അതൊന്നും ചെവി കൊണ്ടില്ല. ഒരു മകനാണ് ആ മനുഷ്യനുണ്ടായിരുന്നത്. ആ മകന്റെ പേർക്കായിരുന്നു ഈ സമ്പത്തെല്ലാം മടങ്ങിയത്. അവസാനം അവിടെ കണ്ടത് ആ കോടിക്കണക്കിന് വരുന്ന വസ്തുക്കളെല്ലാം മുറിച്ച് പല പാർട്ടുകളാക്കി വിറ്റ് ഒരു മഹാകുടിയനായി കുടിച്ചൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ആ മകനോട് ഉപദേശിക്കുമ്പോഴും ചെന്ന് കണ്ട് സംസാരിക്കുമ്പോഴൊക്കെ ആ മകൻ പറയുന്നത്, ഞാനിതെല്ലാം കുടിച്ചെന്ത് ചെയ്യും, അവസാനം ഒരു കുപ്പി വിഷം മേടിക്കാനുള്ള പൈസ അവശേഷിക്കുമല്ലോ, അതുവരെ ഞാനിത് കുടിച്ചാസ്വദിച്ച് ആത്മാവിക്കും, എന്നിട്ട് ഞാൻ എന്റെ ജീവിതം ഒടുക്കും. നിങ്ങളാരാ ചോദിക്കാൻ? നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്? അത് എന്റെ സ്വാതന്ത്ര്യമാണെന്നാണ്. ഇത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മളുടെ ഒക്കെ കുടുംബത്തിലെ മക്കളിലേക്ക് ഇങ്ങനെ എഴഞ്ഞിഴഞ്ഞ് കയറുന്നുണ്ട്.
നിസ്കാരം താല്പര്യമില്ലാത്ത മക്കളുണ്ടോ നമ്മുടെ കൂട്ടത്തിൽ? നിസ്കരിക്കാൻ താല്പര്യമില്ലാത്ത മക്കൾ, അല്ലെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇപ്പം എന്ത് ചെയ്തല്ല, ഉപദേശം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പോലും പറ്റൂല. അതിന് പറയുന്നത് തന്ത വൈബെന്നാണ്, അല്ലെങ്കിൽ തള്ള വൈബെന്നാണ്. എന്താ ഉപദേശിക്കുന്നതൊക്കെ ആ ഒരു ലെവലിൽ അവരുടെയൊക്കെ ഒരു രീതിയാണ്. അത് കേൾക്കാനോ അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതി നമുക്കില്ല. എന്റെ ശരീരം, എന്റെ ഇഷ്ടം, എന്റെ സ്വാതന്ത്ര്യം, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എത്തി. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും നിങ്ങളോട് പറഞ്ഞതും ഓർമ്മപ്പെടുത്തിയതുമാണ്. ഇത് പറയുന്നതിന്റെ കാര്യം ഒരു ഭാവി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ തലമുറ എത്തും. ഏത്? നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന മസ്ജിദുകളുണ്ട്, നമ്മൾ കെട്ടിയുയർത്തിയ മദ്രസകളുണ്ട്, നമ്മൾ ഒരുക്കിയ സംവിധാനങ്ങളുണ്ട്. ഈ സംവിധാനങ്ങൾ കാലാകാലവും നമ്മുടെ കയ്യിലൂടെ പോകുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? നമ്മളുടെ കൈകളിലൂടെ എന്നെന്നും ഇത് ഓടിക്കൊണ്ടിരിക്കുമെന്നാണോ? ഇല്ല. നമ്മളുടെ ഓട്ടം അവസാനിക്കും, നമ്മൾ കിതയ്ക്കും, അവസാനം കിടക്കും, അവസാനം മണ്ണിൽ കൊണ്ടുവയ്ക്കും. പിന്നെ ഇത് ഏറ്റെടുക്കുന്ന ഒരു തലമുറ ഉണ്ടോ? അങ്ങനെ ദീനീബോധമുള്ള, പരലോകബോധമുള്ള മക്കളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ കൃത്യമായിട്ടും ഇന്ന് ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഇത്തരം സ്വതന്ത്രവാദങ്ങളും അതുപോലെ തന്നെ നാസ്തികത, നമുക്കറിയാം, അവരാണ് ഇതിന്റെ എല്ലാം അപ്പോസ്തലന്മാർ. ഇത് പടച്ചുവിടുന്ന ആളുകൾ എന്തുദ്ദേശത്തിലാണ് ഇതെല്ലാം പടച്ചുവിടുന്നത് എന്നുള്ളത് കൃത്യമായും നമ്മളുടെ യുവതലമുറയെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ എല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഇതൊന്നും ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് വരും, കൊണ്ടു നടക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ചില തിരിച്ചറിവുകൾ നൽകുന്ന ഒരു വലിയ പ്രോഗ്രാം, ഡയലോഗ് എന്ന പ്രോഗ്രാം നമുക്ക് അൽഹംദുലില്ലാ നമ്മളുടെ തൊട്ടടുത്ത് കൊല്ലം ജില്ലയിൽ വരികയാണ്. ഇവിടുന്ന് വാഹനങ്ങൾ ആണ് പറയാനുള്ളത്. അത് കുടുംബം, നമ്മളും നമ്മളുടെ ഭാര്യയും നമ്മളുടെ മക്കളും നമ്മൾക്ക് അറിവുള്ള പരിചയമുള്ള ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടി അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കി എല്ലാ മഹല്ലുകളിലും കയറി ഇറങ്ങുകയാണ്. എല്ലാ മഹല്ലുകളിലും ഖത്തീബുമാരെയും പള്ളി പ്രസിഡന്റ് സെക്രട്ടറിമാരെയും കണ്ട് അവരെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതൊരു സംഘടനയുടെ പ്രശ്നമല്ല, ഇതൊരു ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ പ്രശ്നമല്ല, ഇത് മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നമാണ്. മുസ്ലിം ഉമ്മത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അപകടമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ നടത്തണം. അത് നടത്തി അതിന്റെ ഗൗരവം എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്ന ആ സദസ്സിലേക്ക് നമ്മളെല്ലാവരും ഉണ്ടാകണം, നമ്മുടെ പരിചയത്തിലുള്ള ആളുകളൊക്കെ ഉണ്ടാകണം. പ്രത്യേകിച്ചും ഇന്ന് നമ്മളുടെ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ മക്കൾ കടന്നു ചെന്നുകൊണ്ടിരിക്കുകയാണ്. പല സന്ദർഭങ്ങളിലായിട്ട് ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള ഒരു ലോകമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ ലഹരിയുടെ ലോകത്തിലേക്ക് ക്ഷണിക്കും, അതല്ലെങ്കിൽ അശ്ലീലതകളുടെ ലോകത്തിലേക്ക് ക്ഷണിക്കും, അതുമല്ലെങ്കിൽ ഒരു ടൈമിനെ എങ്ങനെ ആസ്വദിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒന്ന് അടിച്ചു പൊളിക്കാം എന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ സമയത്തെ കൊണ്ടുപോകുന്ന രൂപത്തിലേക്ക് നമ്മളെ മാടി വിളിക്കുന്ന ഒരു വലിയ ഗ്യാങ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മളെ കാത്തിരിക്കുന്നത്. അവിടെ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയും യഥാർത്ഥ വിശ്വാസവും അള്ളാഹുവിന്റെ പരലോകത്തെ കുറിച്ചുള്ള ഭയവും വിചാരണയും നമ്മുടെ കൈമുതലായെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തി എടുക്കണം. അതിന്റെ ഒരു സംവിധാനം നമ്മുടെ മക്കൾക്കും കുടുംബത്തിനൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾ കാണണം. ആ രൂപത്തിൽ ആ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും വേണം. അതുമായി ബന്ധപ്പെട്ട ഒരു ലഘുലേഖ പുറത്തുണ്ട്, 2 ഭാഗത്തും വെച്ചിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ എണ്ണമാണ് എന്റെ കയ്യിൽ കിട്ടിയത്, അത് ഞാൻ കൊണ്ടുവന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കാം. അത് പരമാവധി ആളുകളിലേക്ക് കൊടുക്കുവാനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള മുസീബത്തുകളിൽ നിന്നും ഇത്തരത്തിലുള്ള എല്ലാവിധ അജാബുകളിൽ നിന്നും അല്ലാഹു നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സത്ത, അതിന്റെ അന്തസത്ത മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന അത്തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുയെ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ അള്ളാഹു നീ ബറക്കത്തുണ്ടാക്കണേ. അള്ളാഹ് പലിശ പോലെയുള്ള മാരകമായ വിപത്തുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹു മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ നീ വിശാലമാക്കണമേ അല്ലാഹ്.
രോഗങ്ങൾ കൊണ്ട് വലയുന്ന ഞങ്ങളിൽപ്പെട്ട സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങൾക്കെല്ലാം നീ സൗഖ്യം, ആരോഗ്യം, ആഫിയത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പലവിധ അക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് നീ സമാധാനവും സുരക്ഷിതത്വവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر لا إله إلا الله.